തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു പട്ടണമാണ് പൊള്ളാച്ചി. സമൃദ്ധമായ പച്ചപ്പും വിശാലമായ തെങ്ങുംതോട്ടങ്ങളും കാറ്റിൽ തലോടുന്ന നെൽവയലുകളും നിറഞ്ഞ ഈ പ്രദേശം തമിഴ്നാട്ടിലെ ഏറ്റവും സുന്ദരമായ കാർഷിക പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥയും ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷവും പൊള്ളാച്ചിയെ പ്രത്യേകതയാർന്നതാക്കുന്നു. നാളികേരങ്ങൾ, കുരുമുളക്, കാപ്പി, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിങ്ങനെ കൃഷിക്ക് ഈ ഒരു പ്രദേശം വളരെ അനുയോജ്യമായതിനാൽ ഇതൊരു പ്രധാന കാർഷിക കേന്ദ്രമായി വളർന്നിരിക്കുന്നു. പൊള്ളാച്ചിയുടെ പ്രകൃതി സൗന്ദര്യം കൂടുതൽ മനോഹരമാക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ആളിയാർ ഡാം അല്ലെങ്കിൽ ആളിയാർ അണക്കെട്ട്. പശ്ചിമഘട്ടത്തിന്റെ മലനിരകളാൽ ചുറ്റി നിൽക്കുന്ന ഈ അണക്കെട്ട് കാഴ്ചകൾക്ക് അതീവ ആകർഷകമാണ്. അതുപോലെ തന്നെ ആനമലൈ വന്യജീവി സങ്കേതവും ടോപ്പ് സ്ലിപ്പും പ്രകൃതി പ്രേമികൾക്കും വന്യജീവി നിരീക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. പുലർച്ചെയോ സായാഹ്നത്തിലോ മലനിരകളിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റും പച്ചപ്പാർന്ന പ്രകൃതി ദൃശ്യങ്ങളും സന്ദർശകരുടെ മനസ്സിനെ ആകർഷിക്കുന്നു. സിനിമാ ലോകത്തിനും പൊള്ളാച്ചിക്ക് പ്രത്യേക ബന്ധമുണ്ട്. തമിഴ്, മലയാളം, തെലുങ്ക് സിനിമകളുടെ ചിത്രീകരണത്തിന് അനുയോജ്യമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇവിടെ ലഭിക്കുന്നതിനാൽ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശാന്തമായ ഗ്രാമജീവിതം, പച്ചപ്പാർന്ന തെങ്ങിൻതോപ്പുകൾ, മലനിരകളുടെ മനോഹരമായ പശ്ചാത്തലം എന്നിവ ചേർന്നൊരുങ്ങുന്ന പൊള്ളാച്ചി പ്രകൃതിയുടെ സൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്ന ഒരു അതുല്യ ഭൂമിയാണ്. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പൊള്ളാച്ചി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് മലയാള സിനിമകളും തമിഴ് സിനിമകളും പല ഭാഷയിലുള്ള സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു പ്രദേശമാണ്. എന്തുകൊണ്ടാണ് ഈ പൊള്ളാച്ചി എന്ന സ്ഥലത്ത് വന്ന് ഇത്രയും സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ മനോഹാരിത തന്നെയാണ്. അപ്പോൾ അത്രയും മനോഹരമായ ഭൂപ്രദേശമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. കൃഷിയാണെങ്കിലും ഗ്രാമങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഒരു വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ പലപ്പോഴും പൊള്ളാച്ചി ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊള്ളാച്ചിയിലെ ഒരുപാട് ഉൾഗ്രാമങ്ങളിലേക്കൊന്നും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന സമയങ്ങളിൽ പുതിയ പുതിയ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പൊള്ളാച്ചിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ നോക്കി, എത്ര മനോഹരമായൊരു സ്ഥലമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിൽക്കുന്ന ആ പുളിമരങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ. ഒരുപാട് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നോയ്സ് കൂടുതലായിരിക്കും. എന്തായാലും ഈ ഒരു ഫ്രെയിം കണ്ടപ്പം ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ചത്. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പുളിമരം നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ വാഹനങ്ങൾ കടന്നു പോരുന്ന ആ ഒരു ഫ്രെയിം, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇതുപോലത്തെ മനോഹരമായ തമിഴ്നാടിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ യാത്രയിൽ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അനൂപാണ് കേട്ടോ. അനൂപ് ട്രാവൽ ഡ്രീംസ്. ഒരുപാട് യാത്രകളിൽ നമ്മോടൊപ്പം സഹയാത്രികനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും നമ്മുടെ പൊള്ളാച്ചി യാത്രയിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പൊള്ളാച്ചിയിൽ നിന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ എന്തായാലും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പൊള്ളാച്ചി ആനമലൈ റൂട്ടിലാണ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല അനൂപും. അല്ലേ അനൂപേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗ്രാമത്തിന്റെ പേരെന്താ? ആ ഗ്രാമത്തിന്റെ പേരെന്ന് പറയുന്നതാണ് സേത്തുമടൈ. സേത്തുമടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാട്ടിലെങ്ങനെ ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഒന്ന് രണ്ട് സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയും. തീർച്ചയായിട്ടും. അതിൽ പ്രധാനപ്പെട്ടത് പ്രിയദർശന്റെ സിനിമയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള തേന്മാവിൻ കൊമ്പത്ത്. അത് ഒരു രക്ഷയില്ലാത്ത ഫിലിമാണ്. അടിപൊളി ഫ്രെയിംസ് ഉള്ള ഒരു ഫിലിമുമാണ്. പ്രിയദർശന്റെ സിനിമ നിങ്ങൾക്ക് അറിയാം, എന്ത് രസമായിരിക്കും എന്നറിയോ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക്, ആ ഒരു ഫിലിമിലൊക്കെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് അത്രയും വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ്. ആ ഒരു ഫിലിം മുഴുവൻ ചിത്രീകരിക്കുന്നത് വളരെ മനോഹരമായ ഫ്രെയിമുകൾ വെച്ചിട്ടാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 സിനിമ ഓർത്ത് ഇരിക്കണമെന്ന് എന്നോട് ചോദിക്കുവാണെങ്കിലോ അതിലൊന്ന് തേന്മാവിൻ കൊമ്പത്ത് തന്നെയായിരിക്കും. കാരണം വെച്ചാൽ ആ ഒരു സിനിമയുടെ ആ ഫ്രെയിം നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ലല്ലോ. ഓരോന്നും അതിനകത്ത് ഓരോ ഡയലോഗ് പറയുന്ന, അതായത് നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഡയലോഗിന് പോലും അവിടത്തെ ആ ഒരു ലൊക്കേഷൻ പോലും അത് അത്രയും ഭംഗിയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒന്നും വേണ്ട, ആ തുടക്കത്തിന്റെ നിങ്ങൾ ആ ഫ്രെയിം ഓർമ്മയുണ്ടോ? നിലാപ്പൊങ്കലായാലും ആ ഒരു ഷോട്ട് അതൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമാക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഒന്ന് തെങ്കാശി,
2 പൊള്ളാച്ചി, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പാലക്കാട്, കൊല്ലംകോട് ഭാഗങ്ങളൊക്കെ. അത്രയും മനോഹരമായ ഭൂപ്രദേശങ്ങളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. പിന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ നോക്കി, എത്ര മനോഹരമായ ഭൂപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ധാരാളം പുളിമരങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയേകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യാത്ര ചെയ്യുന്ന നമുക്കും അതോടൊപ്പം തന്നെ ഇതിൽ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കൊക്കെ അതൊരു നല്ലൊരു ഉപകാരമാണ്. കാരണം താഴത്തോട് നടന്നങ്ങ് പോവാം, പ്രത്യേകിച്ച് ചൂട് നടിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പുളിമരങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ പുളിമരങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല അനുഭവം നമ്മൾ കണ്ടില്ല, ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നത് ധാരാളം തെങ്ങുകളാണ്. പൊള്ളാച്ചി എന്ന് പറയുന്നത് ശരിക്കും തെങ്ങിൻ്റെ ഒരു പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ധാരാളം തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അടയ്ക്ക, കവുങ്ങ് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ പച്ചക്കറികളായിട്ടും പഴവർഗ്ഗങ്ങളായിട്ടും പേരയ്ക്ക് ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പൊള്ളാച്ചിക്ക് അപ്പുറത്തൊക്കെ. കുറച്ച് മാറി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ വന്ന സമയത്തൊക്കെ ഈ പേരയ്ക്ക കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോൾ ഈ സീസണിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. മാത്രമല്ല നമ്മുടെ പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്ന ഒരു പ്രധാന സ്ഥലം പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്നാണ്. ഇവിടെ വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് പൊള്ളാച്ചിയിൽ. മറ്റേ ഈ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഈ കന്നുകാലി ചന്തയുള്ളത് പൊള്ളാച്ചി. അങ്ങനെയൊക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അങ്ങനെ പൊള്ളാച്ചി ശരിക്കും ഒരു വ്യാപാര മേഖലയും കൂടിയാണ് പല രീതിയിലായിട്ട്. നിങ്ങൾ പറഞ്ഞ കന്നുകാലി കച്ചവടവും പച്ചക്കറി ബിസിനസ്സും ഫ്ലവറുകൾ, പൂക്കള് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന പൊള്ളാച്ചി എന്ന് പറയുന്നത്. പൊള്ളാച്ചി ടൗണ് നമ്മൾ വിചാരിച്ചത് പോലെ ഒന്നും അല്ല. ശരിക്കും നമ്മൾ ഡ്രോൺ പറത്തിയപ്പോഴാണ് അതിന്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് പൊള്ളാച്ചി ഒരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ടങ്ങ് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തീരാവുന്ന ദൂരമുള്ളതെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ആ ഡ്രോണിൽ കാണുമ്പോഴാണ് എത്ര വിശാലമായിട്ടാണ് പൊള്ളാച്ചി ടൗൺ അല്ലേ. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത്ര തോന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പൊള്ളാച്ചിയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ യാത്ര മാണിക്യത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള സേത്തുമട എന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഇത് ശരിക്കും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൊഴിഞ്ഞാമ്പാറ അല്ലെങ്കിൽ ഗോപാലപുരമൊക്കെ അധികം ദൂരമില്ല. നമ്മൾ പോകുന്ന വഴി അത്രയൊക്കെ ഉള്ളൂ. കേരള ബോർഡറിലേക്കൊക്കെ അത്രയൊക്കെ തന്നെ ദൂരമുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ കേരളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മനോഹരമായ ഭൂപ്രദേശമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പൊള്ളാച്ചി എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിനി ഈ സേത്തുമട എന്ന ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. എന്തായാലും പോകുന്ന വഴിയിൽ മനോഹരമായ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിലും അതും നമുക്ക് കണ്ടങ്ങ് പോകാം. എന്തായാലും നമ്മുടെ യാത്ര നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് സേത്തുമട എന്ന ആ ഒരു ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ദേവീപട്ടണം എന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ഗ്രാമം. വളരെ മനോഹരമായ ഒരു ഗ്രാമം എന്ന് പറയാനായിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ചെറിയ വീടുകൾ, വെള്ള പൂശിയ വീടുകളാണ്. ഒട്ടുമിക്ക വീടുകളും ഒരേ രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ശരിക്കും ഇങ്ങനത്തെ ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ അധികം കാണാറില്ല. വർണ്ണശബളമായ വീടുകളാണ് പലപ്പോഴും തമിഴ്നാടിൻ്റെ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ വീടുകൾ എല്ലാം സമാനമായ രീതിയിലാണ്, ഒരുപോലത്തെ വീടുകളാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്നാലും ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ പുതിയതായിട്ട് പല നിറത്തിലുള്ള വീടുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഓടുമേഞ്ഞ് വെള്ളയും നീലയും ചേർന്ന് പൂശി നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ പുറവശത്തായിട്ട് ധാരാളം തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. നാളികേരങ്ങൾ കൊണ്ട് വളരെ സമൃദ്ധമായ ഒരു നാട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ പണ്ട് പഠിച്ചിരിക്കുന്നത് കേരം തിങ്ങും കേരള നാട്ടിൽ എന്നാണെങ്കിൽ ഇപ്പം എനിക്ക് പറയാനുള്ളത് കേരം തിങ്ങും തമിഴ്നാട്ടിൽ എന്നാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ധാരാളം തെങ്ങിൻ തോപ്പുകൾ നമുക്ക് പൊള്ളാച്ചി ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ അവർ ഉണക്കാനായിട്ട് നാളികേരം അവിടെ ഇട്ടിട്ടുണ്ട്. കൊപ്രായിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരങ്ങൾ പല സ്ഥലത്തും അവർ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും പുളി കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന പുളിയും ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന വഴിയോരത്ത് അവർ ഉണക്കാനായിട്ടിട്ടുണ്ട്. അപ്പോൾ നാളികേരവും പുളിയുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങനെ
സേത്തുമട എന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സേത്തുമടയിൽ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. സേത്തുമട എന്ന് പറയുന്ന അത്യാവശ്യം ഒരു വലിയ ഗ്രാമമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണെന്നല്ലേ, ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പറഞ്ഞത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ആ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന ഒരിടമാണ് നമ്മുടെ മാണിക്യത്തിൻ്റെ വീട് അല്ലെങ്കിൽ നെടുമുടി ചേട്ടൻ്റെയും കബീർ പൊന്നമ്മ ചേച്ചിയുടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീട് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഇങ്ങോട്ട് കറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു മനോഹരമായ ഗേറ്റ്. ഇവിടെ ഇപ്പോൾ പുതിയ ഗേറ്റൊക്കെ പണിതിരിക്കുകയാണ്. പണ്ട് ചെറിയ ഗേറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ കുറച്ചുകൂടെയൊക്കെ ഭംഗിയാക്കി നല്ല ഒരു ഗേറ്റ് പണിതിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല, ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആൾക്കാരില്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല. എങ്കിലും പുറത്തു നിന്നുള്ള അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്തായാലും ആ ഒരു ഫ്രെയിം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കറിയാം പ്രിയദർശൻ സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്തിലെ ഓരോ ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാഴ്ചകളാണ്. ഓരോ ഫ്രെയിമുകളും അങ്ങനെ വേണം പറയാനായിട്ട്. അതിൻ്റെ ഓരോ വിഷ്വൽ ചിത്രീകരിച്ചിരിക്കുന്ന അത്രയും ഭംഗിയായിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സിനിമ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയ വ്യക്തിയെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇവിടെ വന്ന് ഈ ഒരു ലൊക്കേഷൻ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ എത്ര അടുത്ത് ചോദിച്ചിട്ടാണെന്നറിയാം ഇവിടെ എത്തിപ്പെട്ടത് തന്നെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ വന്ന് ഈ ഒരു ലൊക്കേഷൻ കണ്ട് ഈ ഒരു വീട് ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് സമ്മതിക്കണം, പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ കാലത്ത് ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടായിട്ട് നമ്മളിവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ അവർ ഇവിടെ എത്തിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതിനോട് ചേർന്നിട്ടാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഭാഗത്ത് മലനിരകളാണ്, പശ്ചിമഘട്ട മലനിരകളാണ്. അവിടെയൊക്കെ ആനയും മറ്റും മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും കൃഷിയൊന്നും കാണാൻ സാധ്യതയില്ല. ഇവിടെയൊക്കെ വനപ്രദേശങ്ങളായിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ലൊക്കേഷൻ വന്ന് കണ്ട് ഇവിടെ ആ ഒരു ഫിലിം ചിത്രീകരിച്ചെന്ന് പറയുമ്പം അദ്ദേഹത്തെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്, ഈ ഒരു സ്ഥലം കണ്ടെത്തിയ ആളെ. അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റാത്ത സങ്കടത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. സാരമില്ല, നമുക്ക് വിഷ്വൽസ് ചിത്രീകരിച്ചാൽ മതിയല്ലോ. അതിനാണ് നമ്മുടെ അനൂപ്. എന്തായാലും അനൂപ് ഈ വിഷ്വൽ ചിത്രീകരിച്ച് തന്നതുകൊണ്ട് നമുക്ക് ഈ മനോഹരമായ ഭൂപ്രദേശം കാണാനും ആ വീടിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും മനോഹരമായ കാഴ്ച നമുക്ക് പകർത്താനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ സേത്തുമടയിൽ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. പൊന്നമൻതുറ എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് തെങ്ങാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക നാളികേരങ്ങളാണ്. ചുറ്റും നാളികേര തോട്ടങ്ങളാണ്. ഈ പൊന്നമൻതുറയിലാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ മനോഹരമായ ആ ഭൂപ്രദേശം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കുറേ ചേച്ചിമാരിരുന്ന് ഓലമെടയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓലമെടയുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ തന്നെ ഇല്ല. ഇനിയിപ്പോൾ വളരെ വിരളമായിട്ട് 1-2 സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാണുമായിരിക്കും. എങ്കിലും ഇത്രയും ഈ തമിഴ്നാട്ടിലുള്ളത് പോലെയൊന്നും ഒരിക്കലും ഒരിടത്തും കാണാനായിട്ടുള്ള സാധ്യതയില്ല. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തെങ്ങിൻതോപ്പായതുകൊണ്ട് ഓലയ്ക്ക് പ്രത്യേകിച്ച് ക്ഷാമമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ധാരാളം ഓല ഇവിടെ കിട്ടും. 365 ദിവസം ഇവർക്ക് ഓലയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ ഓല മെടയുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എത്ര രൂപ ഒരു ദിവസം വേതനം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപ കിട്ടും. ഒരു ഓല മെടയുന്നതല്ല കേട്ടോ 40 രൂപ കിട്ടുന്നത്. ഈ കാണുന്ന രീതിയിൽ ഒരു ഓല മെടഞ്ഞ് ഒരു ബണ്ടിലുണ്ടാക്കും. ആ ബണ്ടിലെന്ന് പറയുന്നത് 25 എണ്ണമാണ്. 25 ഓല മെടയുമ്പോഴാണ് അവർക്ക് 40 രൂപ കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം 8 മുതൽ 10 വരെ ബണ്ടിൽ മെടയുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അത്രയും ഓല അവർ മെടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഒരു മാക്സിമം 400, 450, 500-നുള്ളിൽ വരെ കിട്ടുമെന്ന് അവർ പറഞ്ഞത്. മാക്സിമം ഒരു ദിവസം. അത്രയും അതിനു മുകളിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. അതിന് മേലെ ചെയ്യണമെങ്കിൽ സമയം വേണം. പക്ഷേ ഇവരിപ്പോൾ തന്നെ ചെയ്യുന്നത് നല്ല സ്പീഡിലാണ്. ഇത്രയും വേഗതയിൽ ചെയ്തെങ്കിൽ മാത്രമേ 10 അല്ലെങ്കിൽ 8 ബണ്ടിൽ മെടഞ്ഞ് കെട്ടിവെക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ല വേഗതയിലാണ് ഓരോ ഓലയും മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓല മെടഞ്ഞ് തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഉപജീവനത്തിലുള്ള വക കണ്ടെത്തുന്നത്. മാത്രമല്ല നമ്മൾ ഈ ചുറ്റുവട്ടത്തും കാണുന്ന തെങ്ങിൻതോപ്പുകൾ ഓരോ കൗണ്ടർമാരുടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനും ആ ഒരു വീടും നമ്മൾ കണ്ടല്ലോ. ഇത് മുത്തുമണി കൗണ്ടർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു സ്ഥലവും ഇതിനോട് ചുറ്റപ്പെട്ട തെങ്ങിൻതോപ്പും. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ പല കൗണ്ടർമാർ ഈ പ്രദേശത്തൊക്കെ തെങ്ങിൻതോപ്പുകൾ കൈവശം വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ ആൾക്കാരെ വെച്ച് ഈ തെങ്ങിൻതോപ്പ് പരിപാലിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടൊക്കെയാണ് ഇവർ ഓല ചോദിച്ച് വാങ്ങിക്കുന്നത്.
അവർക്ക് അവിടെ ഓലയ്ക്ക് പൈസ കൊടുക്കണം, വെറുതെ അവരിങ്ങനെ എടുത്തുകൊണ്ട് പോരാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് 1 രൂപയോ 2 രൂപയോ അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ഓല അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഓലയ്ക്ക് പൈസയും കൊടുക്കണം, പിന്നെ ഇവിടെ വന്ന് മെടയും ചെയ്യണം. ബണ്ടിലാക്കി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും ഒരു ബണ്ടിലിന് അവർക്ക് 40 രൂപ വെച്ച് കിട്ടും. ഇവർ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നില്ല, ഇവിടെ ഏജൻറ്റുമാർ വരും. പൊള്ളാച്ചിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഏജൻറ്റുമാർ വന്നിട്ട് ഇവിടെ നിന്ന് ബൾക്കായിട്ട് ഇവർ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെന്നൈക്കും തൂത്തുക്കുടി ഭാഗത്തേക്കൊക്കെയാണ്. തൂത്തുക്കുടിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാം നമുക്ക് ഒരുപാട് ഓല മേഞ്ഞ കുടിലുകളും അതോടൊപ്പം തന്നെ കടകളൊക്കെ കാണാൻ കഴിയും. അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓല മെടഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊക്കെ പോകുന്നത്. ഇവിടെ നിന്ന് മാത്രമായിരിക്കില്ല, പല സ്ഥലങ്ങളിൽ നിന്നും മധുരയിൽ നിന്നൊക്കെ ഓല മെടയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. എവിടെയൊക്കെയാണ് ചൂട് ഏറ്റവും കൂടുതലുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഓല മെടഞ്ഞ് അവിടെ എത്തിക്കാറുണ്ട്. എന്തായാലും ഈ ഓല മെടയുന്നതിനെ കുറിച്ച് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമായൊരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ തോപ്പുകളും അതോടൊപ്പം തന്നെ തെങ്ങിൻ തോപ്പുകൾ കൈവശം വെച്ചിരിക്കുന്ന കൗണ്ടർമാരുടെ വീടുകളും പിന്നെ അവിടെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമത്തിലാണെങ്കിൽ പോലും ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈ തെങ്ങിൻതോപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകൾ തന്നെയാണ് കൂടുതലും. പിന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മലയുടെ താഴ്വാരത്തുള്ള ഈ തോട്ടവും ഒക്കെ കാണുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാള സിനിമ മുതൽ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വന്ന് ഈ ഒരു പ്രദേശത്ത് വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അനൂപ് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത് കൊള്ളാം, അടിപൊളി സ്ഥലമാണ്, ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണ് എന്നാണ് അനൂപും പറഞ്ഞത്. ശരിയാണ്, അനൂപ് പറഞ്ഞതുപോലെ നമ്മളത് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും മനോഹരമായ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എത്ര വർണ്ണിച്ചാലും നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല. നയനാനന്ദകരമായ കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുക. ധാരാളം തെങ്ങൊക്കെ കൃഷി ചെയ്യുന്നെങ്കിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ പച്ചക്കറികളും പിന്നെ കടുകൊക്കെ കുറേ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കൃഷികളും ഇതിൻ്റെ ഇടയിലൂടെ അങ്ങ് പോകുന്നുണ്ട്. പൂർണ്ണമായിട്ടും തെങ്ങ് മാത്രം കൃഷി ചെയ്യുന്നൊരു ഭൂപ്രദേശം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ കൂടുതലും തെങ്ങാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരു ഏരിയൽ വ്യൂവിലൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയട്ടോ. നമ്മൾ ചിലപ്പം യാത്ര ചെയ്ത് വരുമ്പോഴത്തേനും ഇത് ഇത്ര ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഏരിയൽ വ്യൂവിലും പിന്നെ വരുന്ന വഴി നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഒരു വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് നല്ല തെങ്ങിൻതോപ്പിൻ്റെ നടുവിലൂടെയുള്ള റോഡ്, ആ വഴിയിലൂടെ നമ്മൾ വാഹനം ഇങ്ങനെ കടന്നു പോയിരുന്ന ആ ഒരു ഫീൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വേറൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പൊള്ളാച്ചിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സേത്തുമട ഭാഗത്തേക്കൊക്കെ വന്ന് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. ഗ്രാമജീവിതം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓലമെടഞ്ഞും കൃഷിക്കാരാണെങ്കിൽ കൃഷിസ്ഥലത്ത് പണിയെടുത്തും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. പിന്നെ ആടുമാടുകളൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ആടുമാടുകളൊക്കെ വളർത്തുന്നുണ്ട്. അതിൽ നിന്നും ഉപജീവനത്തിലുള്ള വക കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പൊന്നമാൻതുറയിലെ ബാക്കി കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ കട കണ്ടു കേട്ടോ. ഒരു ഓലമേഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടി കെട്ടിയൊരു കടയാണ്. മന ഇருக்கு, ടീ இருக்கா? ഓക്കെ ശരി 2 ടീയാ, ചക്കര കമ്മിയാ പോടും. അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ അനുവേ, ചെറുകടികളൊക്കെ ഉണ്ട്. വേറെ പിന്നെ ഉള്ളത് ചായ ഉണ്ട്. ചായ പറയാം, 2 ചായ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കട. ടിൻ ഷീറ്റും ടാർപോളിൻ ഷീറ്റും കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ഇത് ഗ്യാസ് അതമ്മ വിറകതാ? ഇത് വിറക്. ഓക്കെ കാലം மட்டும் தான் யூஸ் பண்ணோம். ഓ കാലയിൽ ആൾക്കാർ വരും. டிஃபன் இருக்கு, இட்லி. இட்லி எல்லாமே இங்கே தான் போட்டுரும், அடுப்பில் தான். சரி. நீங்கள் இங்கே இடத்துல தங்கதா? ഇതാ വീട്. ഓക്കെ. അപ്പോൾ അമ്മയൊക്കെ താമസിക്കുന്ന ഈ വീടാണ് കേട്ടോ. പഴയ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അടുപ്പാണ്. ഇപ്പം ഇന്നൊന്നും ഇങ്ങനത്തെ കാണാനില്ല. ഈ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ ശരിക്കും അടുപ്പും ഇങ്ങനത്തെ ചെറിയ കടകളൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഉണ്ട്, പക്ഷേ ഇത്രയും പഴയ രീതിയിലുള്ള കടകളൊക്കെ വളരെ വിരളമായിട്ട്. ഇപ്പോൾ നമ്മൾ ചേകാടി പോയ ചില സ്ഥലങ്ങൾ കാണാം, പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുണ്ട്. അതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ പോയെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ കടകൾ നമുക്ക് കാണാൻ കഴിയുക. തമിഴ്നാട്ടിൽ പിന്നെ എവിടെ വന്നു കഴിഞ്ഞാലും കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ കടകൾ കാണാൻ കഴിയും. എന്തായാലും രാവിലെ മാത്രമാണ് അടുപ്പിൽ തീ കത്തിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് ഈ പറയുന്ന രീതിയിൽ അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിലാണ് അവർ ചായയൊക്കെ എടുക്കുന്നത്. എന്തായാലും നമുക്കിനി ഇവിടെ ഇരിക്കാം, ഇരുന്നൊരു ചായയും കുടിച്ച് നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം. അങ്ങനെ എന്തായാലും നമ്മുടെ ചായ കിട്ടി കേട്ടോ. നല്ല ചായയാണ്. ചെറിയ കടയാണെങ്കിലും അമ്മ നല്ല രീതിയിൽ ചായ ഇട്ട് തന്നു.
ഉച്ചയ്ക്ക് ഊണ് കഴി കുറവാണ്, നിങ്ങൾക്കറിയാലോ. പൊതുവേ നമ്മൾ ഊണ് കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ടൗണിലേക്ക് പോകണം. ഇനി ഇവിടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ്. അവിടെ പോകണമെങ്കിൽ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി വന്ന് വിഷ്വൽസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാവർത്തികമല്ല. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡിന് പകരം ചായ കുടിച്ച് നമ്മൾ സംതൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. നമ്മുടെ സ്ഥിരമുള്ള യാത്രകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ചായ കുടിക്കുക, ഗ്രാമങ്ങൾ കാണുക, വൈകിട്ട് എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ അതേ രീതി തന്നെ പിന്തുടരുന്നു ഇപ്പോഴും. അത്ര തന്നെ അനുവിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് സമയങ്ങളിൽ. അത് ഇന്ന് നടക്കില്ല. എൻ്റെ കൂടെ യാത്ര വരുന്നവർക്കല്ല അതാ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനത്തെ വഴിയിലൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മയിലാടുംതുറ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതും ഒരുപാട് മലയാള സിനിമകളും തമിഴ് സിനിമകളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ഇടമാണ് കേട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. എന്തായാലും മയിലാടുംതുറ എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പോകുന്ന വഴിയിൽ വളരെ യാദൃശ്യമായി കണ്ടാണ് ഇങ്ങനെ ലൈനായിട്ടിരിക്കുന്ന വീടുകൾ. ചെറിയ വീടുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ചിലത് ഓട് മേഞ്ഞവയുണ്ട്, അതോടൊപ്പം തന്നെ സിമൻറ്റ് ഷീറ്റ് മേഞ്ഞ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ നായ എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു ഭൂപ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ധാരാളം കൊക്കുകളൊക്കെ അങ്ങനെ ഇരുന്ന് പാടശേഖരത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി, അത് നല്ല നയനാനന്ദകരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഹൃദ്യമായൊരു കാഴ്ച, നല്ല ഭംഗിയുള്ള മലനിരകൾ. ഇപ്പോൾ സൂര്യകിരണങ്ങളൊക്കെ അങ്ങ് പതിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോഴത്തേനും വേറൊരു ഫീലാണ് കേട്ടോ. മാത്രമല്ല തെങ്ങുംതോപ്പും ആ ഒരു മലനിരകളും പിന്നെ കുറേ കൊക്കുകളും പിന്നെ ചെറിയ വീടുകളും ഗ്രാമങ്ങളൊക്കെ ആയിട്ട് സിനിമാക്കാരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു ലാൻഡ്സ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പൊള്ളാച്ചി യാത്രകളിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പം ഈ പറയുന്ന മയിലാടുംതുറയിലെ ഈ ഒരു കാഴ്ചയും അതിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ എന്തായാലും മയിലാടുംതുറ ഗ്രാമത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി കാണും. 500 മീറ്ററൊക്കെ മാറി ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം വളരെ മനോഹരമായൊരു നദീതീരത്താണ്. ഈ നദി അറിയപ്പെടുന്നത് ആളിയാർ നദി എന്നാണ്. ആളിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ്, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ചുറ്റും പച്ചപ്പും പിന്നെ തെങ്ങിൻതോപ്പുകളും ഗ്രാമങ്ങളും മലനിരകളൊക്കെ ആയിട്ട് ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ തീർച്ചയായിട്ടും പണ്ടത്തെ സിന്ധു നദിയുടെ സംസ്കാരം പോലെ ഈ നദിക്ക് ചുറ്റുമാണ് ആളുകളെല്ലാം വീട് വെച്ചേക്കുന്നത്. അതെ അതെ, ഈ നദീതട സംസ്കാരങ്ങളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനോട് ചുറ്റപ്പെട്ട പല ഗ്രാമങ്ങളുണ്ട്. ഈ നദിയിൽ നിന്ന് കിട്ടുന്ന ജലസ്രോതസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ പറയുന്ന കൃഷികളും തെങ്ങിൻതോപ്പുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ജലം എപ്പോഴും അമൂല്യമായ ഒന്ന് തന്നെയാണ്. വെള്ളമില്ലെങ്കിൽ ഇത്ര അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ശരിക്കും തമിഴ്നാട്ടിൽ അധികം നദികളില്ല, എന്നിട്ടും ഈ കുറഞ്ഞ നദികൾ വെച്ചുകൊണ്ട് തന്നെ അവർ ഇത്രയും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് പൊള്ളാച്ചി പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പറയണം. പൊള്ളാച്ചി പോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി എത്ര ഏക്കറിൽ നമുക്ക് കണ്ണെത്ത ദൂരത്താണ് തെങ്ങിൻതോപ്പുകൾ കാണുന്നത്. എന്നാൽ ഈ ഒരു ഭാഗത്ത്, ഈ പൊള്ളാച്ചിയുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തെങ്ങാണ്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ ഡ്രോൺ വിഷ്വൽസിലാണ് അത് കറക്റ്റ് അറിയാൻ പറ്റും എത്രയല്ലേ വ്യാപിച്ചു കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ആളിയാർ ഡാമിൻ്റെ അവിടെ മുതലേ ഇങ്ങനെ കിടക്കാണ് തെങ്ങിൻതോപ്പുകൾ. എല്ലാം ഒരാളുടെ ഒന്നല്ലോ, അതിങ്ങനെ പല ഗവർണർമാരുടെ കീഴിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കിടക്കുകയാണ്. നല്ല വിലയുണ്ട് നാളികേരത്തിന് അല്ലേ? എത്രയപ്പം ഇവിടെ ചോദിച്ചപ്പോ 40 രൂപ കിലോയ്ക്ക്. ഇവിടെ 40 ഉള്ളൂ. നാട്ടില് 60, 70, 75, 80 ഒക്കെ വന്നായിരുന്നു. ഇവിടെ ഇത്രയും ഉത്പാദിപ്പിക്കുന്ന പിന്നെ കുറച്ച് തേങ്ങ നടത്തിക്കൊണ്ട് പോയാലോ? വണ്ടിക്കകത്തിട്ടുണ്ടോ? ചെക്ക് പോസ്റ്റിൽ നീ നാളികേരം കടത്തിക്കൊണ്ട് പോയാലെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തും. അതെ. പിന്നെ നമ്മുടെ പുറകിലായിട്ട് ആ കാണുന്ന അതാട്ടോ നമ്മുടെ വാൽപ്പാറ മലനിരകള്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മലയാണ്. അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ആളിയാർ ഡാം. നമ്മൾ ഇന്നാളത്തെ ഒരു വീഡിയോ സീരീസിലുണ്ടായിരുന്നു. ഞാൻ അനുകൂടെ കഴിഞ്ഞ യാത്ര ചെയ്ത അവിടെ നിന്നാ ഓർമ്മയില്ലേ? നമ്മള് വാൽപ്പാറ വഴിയൊക്കെ നമ്മൾ കറങ്ങി മലയും കാടുകളൊക്കെ കടന്ന് നമ്മള് മറയൂർ കാന്തല്ലൂർക്ക് പോയി. നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. അതല്ലേ? വീഡിയോ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. തീർച്ചയായിട്ടും കാണാത്ത ആൾക്കാർ അതൊന്ന് കാണണം കേട്ടോ. നല്ലൊരു ഡ്രൈവ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ, ഇപ്പം അല്ലെങ്കിൽ ഇവിടെ പാലക്കാട് നിന്നൊക്കെ പോവുകയാണെങ്കിൽ പൊള്ളാച്ചി വഴി വേണമെങ്കിൽ നമുക്ക്
അങ്ങനെ പൊള്ളാച്ചി വഴി കറങ്ങി വേണമെങ്കിൽ ആളിയാർ പോയിട്ട് അവിടുന്ന് കാന്തല്ലൂർ അല്ലെങ്കിൽ മറയൂർ പോയിട്ട് മൂന്നാർ വഴി വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് നല്ല യാത്രയാണ്. വാൽപ്പാറ വഴി നല്ല അടിപൊളി യാത്രയാണ്. ശരി, അത് നല്ലൊരു യാത്ര വെർത്താണ്, അടിപൊളിയാണ്. അത് പ്രത്യേകിച്ച് മഴക്കാലത്ത് കുറച്ചുകൂടെ വേറെ ഫീൽ ആയിരിക്കും. പല സമയങ്ങളിൽ വന്നാൽ പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയങ്ങളിൽ വന്നാൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. വാൽപ്പാറ എപ്പോഴും മനസ്സിനൊരു കുളിർമ ചെയ്യുന്ന സ്ഥലം, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറയാം, വേനൽക്കാലത്ത് വാൽപ്പാറ പോയി അത്യാവശ്യം ആനയുണ്ട് അവിടെ എപ്പോഴും. അത്രയ്ക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൊള്ളാച്ചി എന്ന് വരാൻ കാരണം തന്നെ നമ്മുടെ തേമ്പാങ്കോത്ത് സിനിമയാണോ. ആ സിനിമയിലെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്, ഈ ഒരു പൊള്ളാച്ചിയിലെ പല ഏരിയകളിലാണ്. നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ആ ലാസ്റ്റ് ആ കൊടകുറിനോണി ഇതുപോലെ ഒരു പാറപ്പുറത്തോട്ട് പോയി ഈ ആളിയാർ നദിയിലോട്ട് തന്നെ വീട്. കാരണം ഇവിടെ വേറെ നദിയൊന്നും ഇല്ല അവിടെ. അതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ഇവിടെ വരുമ്പോൾ കിട്ടും. എന്റെ അഭിപ്രായത്തിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അനൂപ് യൂട്യൂബ് ഒക്കെ നിർത്തിയിട്ട് ഇവിടെ അനൂപ് സെന്തിൽ ഗൗണ്ടർ എന്നൊക്കെ പേരിട്ടിട്ട് കപ്പട മീശയൊക്കെ വെച്ച് സെറ്റാക്കി ഇവിടെ താമസിക്കും. ഒരു പാലുണ്ണിയൊക്കെ എന്തായാലും കൊള്ളാം. അപ്പൊ അങ്ങനെ നല്ല രസകരമായ യാത്ര കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിന് റിലാക്സേഷൻ. അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുക, ഭയങ്കര ജോലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു കാറിനെത്തിട്ട് ഏതെങ്കിലും കൂട്ടുകാരനോടൊക്കെ പറഞ്ഞ് വാടാ കയറി ഇരുന്ന് ഒറ്റ പോക്ക് ഈ വഴി നിങ്ങൾക്ക് യാത്ര കേട്ടോ. നേരെ പാലക്കാട് വരെ പാലക്കാട് നേരെ പൊള്ളാച്ചി നേരെ വേണമെങ്കിൽ ആളിയാർ നേരെ ഇനി ചിന്നാർ വഴി. അതെ, ചിന്നാറ് പോകണമെങ്കിൽ മറയൂർ കാന്തല്ലൂർ നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ വാൽപ്പാറയ്ക്ക് നേരെ തിരിച്ചു കയറി പോകാം. അതൊക്കെ ഭയങ്കര രസമുള്ള റൂട്ടാണ്. നമുക്ക് അത് ഓരോ സമയം പോകുമ്പോഴും ഓരോ രീതിയിലുള്ള കാഴ്ചയാണ്. ഇപ്പം നമ്മൾ പോകുന്ന നിങ്ങളൊരു ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ വന്നാൽ ഈ രീതിയിലുള്ള കാഴ്ചകളായിരിക്കും. മഴക്കാലത്ത് വന്നാൽ മഴയുടെ കാഴ്ചകളായിരിക്കും. വേനൽക്കാലത്ത് വന്നാൽ പിന്നെ പറയണ്ട, അത്യാവശ്യം നല്ല ചൂടായിരിക്കും. എവിടെയാണെങ്കിലും തമിഴ്നാട്ടിൽ എവിടെയാണ് ചൂടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ചൂടാകുമ്പോൾ ഇവിടെ അറിയാലോ, അതിലും വലിയ ചൂടായിരിക്കും. അപ്പോൾ എന്തായാലും യാത്രകളൊക്കെ ചെയ്യുക. പൊള്ളാച്ചിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം, തെങ്കാശിയും പൊള്ളാച്ചിയും തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ആളുകളാണെങ്കിലും അത്യാവശ്യം നല്ല സഹകരണം. വീഡിയോ എടുക്കാം, ചായക്കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ചേച്ചി എന്ത് നിഷ്കളങ്കമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. ആ ചിരിയും നമുക്കൊരു 10 രൂപ ചായക്കുള്ളിൽ നമുക്കൊരു 50 രൂപ കൊടുത്തിട്ട് പോരാൻ തോന്നും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഓലമടയിൽ നിന്ന് പുറത്തു പോയപ്പോഴത്തേക്കും അവരും നല്ല രീതിയിൽ അവർ ആദ്യം പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ കുഴപ്പമില്ല എടുത്തോളൂ എന്നുള്ള രീതിയിലായി. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് പറഞ്ഞറിയാനായിട്ട് സാധിക്കില്ല. ഗ്രാമങ്ങളിലൊക്കെ എപ്പോഴും പോയി കഴിഞ്ഞാൽ ഗ്രാമത്തിലെ ആൾക്കാർ വളരെ കുറെ നല്ല പച്ചയായ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ. യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യണം. പിന്നെ എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെ ആയിരിക്കില്ല, അവിടെ ഉണ്ടോ എല്ലായിടത്തും ചീത്ത മനുഷ്യരും ഉണ്ടല്ലോ, നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട്. അപ്പൊ എന്നാലും കൂടുതലും നല്ല മനുഷ്യരാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. ഒരിക്കലും മോശം അനുഭവങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഏറ്റവും നല്ല അനുഭവങ്ങളാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെയാണ് പൊള്ളാച്ചിയിലെ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ. എന്തായാലും ഈ മനോഹരമായ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആളിയാർ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. പൊള്ളാച്ചിയിലെ കാഴ്ചകൾ അങ്ങനെ അവസാനിപ്പിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അല്ല, വേറൊരു കാര്യം എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പൊള്ളാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ ജമന്തിപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, അതൊക്കെ ഓരോ സീസണിലാട്ടോ. നമ്മൾ വന്ന സീസണിൽ അങ്ങനെ പൂക്കളിന്റെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ദേശം മാറുന്നതനുസരിച്ചും വരും. ഇവിടെ ഇപ്പൊ നാളികേരമാണ് കൂടുതൽ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് അല്പം കൂടി മാറി ആനമലൈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരുമൂർത്തി വാട്ടർഫോളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മുഴുവനും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും പൊള്ളാച്ചിയിലെ കാഴ്ചകളും വിശേഷങ്ങളും അങ്ങനെ തുടരുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അല്ലേ പൊള്ളാച്ചിയിലെ മറ്റ് കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ അവർക്കും ബൈ.